രാഷ്ട്രപതിയുടെ കേരള സന്ദർശനത്തിനോടനുബന്ധിച്ച് 2 ദിവസം കോട്ടയം ജില്ലയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് 23, 24 തീയതികളിൽ, അതായത് ബുധനും വ്യാഴവുമാണ് കോട്ടയം ജില്ലയിൽ ഗതാഗത ക്രമീകരണങ്ങളും മറ്റ് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിയന്ത്രണങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ ഒന്നും അറിയാതെ ആരും സഞ്ചരിക്കുന്നതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളൊക്കെ പല ആവശ്യങ്ങൾക്കായി പല സ്ഥലങ്ങളിലേക്കും സഞ്ചരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം നിയന്ത്രണങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കി ഈ 2 ദിവസം നമ്മുടെ സഞ്ചാരം ക്രമീകരിക്കേണ്ടതാണെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. ഒക്ടോബർ 23, 24 തീയതികളിൽ പോലീസ് നിയന്ത്രണം അവസാനിക്കുന്നതുവരെ റോഡരികളിലും ജംഗ്ഷനുകളിലും പാർക്കിങ്ങും തട്ടുകട ഉൾപ്പെടെയുള്ള വഴിയോര വാണിഭങ്ങളും ഓട്ടോ ടാക്സി സ്റ്റാൻഡുകളും കർശനമായി നിരോധിച്ചിട്ടുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ തന്നെ സാധാരണക്കാരായ ആളുകൾ വഴിയോര കച്ചവടക്കാരായും ഓട്ടോറിക്ഷ തൊഴിലാളികളുമായും ഒക്കെയുണ്ട്. അവരൊക്കെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊന്നും മനസ്സിലാക്കാതെയോ അറിയാതെയോ ആരും ഇത്തരം ക്രമീകരണങ്ങളെ ലംഘിക്കാൻ കാരണമാവരുതെന്ന് ന്യൂസ് അറൗണ്ട് മലയാളത്തിലും നിങ്ങൾ അറിയിക്കുകയാണ്. ഇതിന്റെ വിശദ വിവരങ്ങൾ ഞങ്ങളുടെ ലിങ്കിൽ ചേർക്കുന്നതാണ്. എല്ലാവരും അത് മുൻകൂട്ടി മനസ്സിലാക്കി വേണം സഞ്ചരിക്കാൻ എന്ന വിവരവും അറിയിക്കുന്നു.